കേരള വിഷൻ ന്യൂസ് കാസർഗോഡ്. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണ നടപടി മരവിപ്പിച്ചേക്കും. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി ഉറപ്പു നൽകിയെന്ന് അവകാശപ്പെടുന്ന CITU നേതാവിന്റെ ശബ്ദ സന്ദേശം പുറത്ത്. മെയ് 1 മുതൽ നടപ്പാക്കാൻ തീരുമാനിച്ച പരിഷ്കാര നടപടികൾ മരവിപ്പിക്കാൻ ഗതാഗത വകുപ്പിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കത്ത് നൽകുമെന്നും CITU നേതാവ് അനിലിന്റെ ശബ്ദ സന്ദേശത്തിൽ പറയുന്നു. എന്നാൽ ഇതു സംബന്ധിച്ച് ഒരു അറിയിപ്പും ലഭിച്ചിട്ടില്ലെന്നാണ് ഗതാഗത മന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കുന്നത്. യൂണിയൻ ജനറൽ സെക്രട്ടറി അനിലാണ്. നമ്മുടെ CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം സഖാവും നമ്മുടെ യൂണിയൻ പ്രസിഡന്റ് KK ദിവാകർ സഖാവും എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ കരീം സഖാവ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായിട്ട് ഈ വിഷയം സംസാരിക്കുകയും മുഖ്യമന്ത്രി നമുക്ക് അനുകൂലമായ ഒരു തീരുമാനം എടുത്തു. തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ ഫെബ്രുവരി 21 സർക്കുലർ മരവിപ്പിക്കാനും തെരഞ്ഞെടുപ്പെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ സംഘടനയുമായി ആവശ്യമായ കൂടിയാലോചനകൾ നടത്തിയിട്ട് മാത്രമേ ഡ്രൈവിംഗ് സ്കൂൾ മേഖലയിൽ പരിഷ്കാരങ്ങൾ നടത്തൂ എന്ന ഉറപ്പും കരീം സഖാവിന് മുഖ്യമന്ത്രി നൽകിയിട്ടുണ്ട്. ഡ്രൈവിംഗ് ടെസ്റ്റ് അപ്പാടെ പരിഷ്കരിക്കാൻ ഫെബ്രുവരി 21 ഗതാഗത വകുപ്പ് ഉത്തരവിറക്കിയതിന് പിന്നാലെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും പരിശീലകരും പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. എന്നാൽ പരിഷ്കാരങ്ങൾ മെയ് 1 മുതൽ തന്നെ നടപ്പാക്കാനുള്ള ഉറച്ച തീരുമാനത്തിലായിരുന്നു ഗതാഗത വകുപ്പ്. ഈ ഘട്ടത്തിലാണ് പരിഷ്കരണ നടപടികൾ മരവിപ്പിക്കാനായി മുഖ്യമന്ത്രി സമ്മർദ്ദം ചെലുത്തിയതായും തെരഞ്ഞെടുപ്പ് കഴിയും വരെ പരിഷ്കരണ നടപടികൾ നിർത്തിവെക്കുമെന്ന് ഉറപ്പ് മുഖ്യമന്ത്രി നൽകിയതായും വ്യക്തമാക്കി CITU അനുകൂല യൂണിയൻ ജനറൽ സെക്രട്ടറി അനിലിന്റെ ശബ്ദ സന്ദേശം പുറത്തുവന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഗതാഗത മന്ത്രിയുടെ ഓഫീസിലേക്ക് ആ നിർദ്ദേശം വന്ന് ആവശ്യമായ തീരുമാനങ്ങൾ TCയും ഗതാഗത മന്ത്രിയും അറിയിച്ചതിന് ശേഷം നമ്മുടെ സമര പരിപാടികളിൽ ആവശ്യമായ തീരുമാനം എടുക്കുന്നതാണ്. ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ഏറ്റവും സന്തോഷകരമായ ഒരു തീരുമാനമാണ്. നമ്മളെ CITU നേതൃത്വവും പാർട്ടി നേതൃത്വവും എല്ലാം ഇടപെട്ട് സാധാരണ ജനങ്ങളോടും തൊഴിലാളികളോടും ഒപ്പമാണ് CITU എന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ഒരറിയിപ്പ് മുഖ്യമന്ത്രി ഓഫീസിൽ നിന്ന് ലഭിച്ചിട്ടില്ല എന്നാണ് ഗതാഗത മന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കുന്നത്. ഡ്രൈവിംഗ് ടെസ്റ്റ് രംഗത്ത് ഏറെ കൊട്ടിക്കൊഴിച്ച് അവതരിപ്പിച്ച പരിഷ്കാരങ്ങൾ നടപ്പാക്കാനായില്ലെങ്കിൽ ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ സ്വീകരിക്കുന്ന നിലപാട് ഏറെ നിർണായകമാകും. മന്ത്രിസഭാ തീരുമാനം മരവിപ്പിക്കണമെന്ന CITU സമ്മർദ്ദത്തിന് മുഖ്യമന്ത്രി വഴങ്ങുമോ എന്നും കാത്തിരുന്ന് കാണാം. എബി ജോൺ തോമസ്, കേരള വിഷൻ ന്യൂസ്, കൊച്ചി. പത്തനംതിട്ട കണമ്പനാട് വില്ലേജ് ഓഫീസർ മനോജ് ജീവനൊടുക്കിയതിൽ അന്വേഷണം ആവശ്യപ്പെട്ട് സഹപ്രവർത്തക രംഗത്ത്. മനോജിന്റെ മരണത്തിൽ ബാഹ്യ ഇടപെടലുണ്ടോ എന്ന കാര്യം അന്വേഷിക്കും.